ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഖിസ്മുസാനി, രണ്ടാമത്തെ ഖിസ്മ്. കിതാബാകെ രണ്ട് ഖിസ്മാണല്ലോ. ഫിജ്തിനാബിൽ മഅസി, പാപങ്ങൾ ഒഴിവാക്കുന്നതിനാണ്. ഒന്നാമത്തെ കൽപ്പിച്ച് ചെയ്യുക, രണ്ടാമത്തെ പാപങ്ങൾ ഒഴിവാക്കുക. ഏലം നീ അറിയണം, അന്നദ്ദീന ഷത്തറാനി, ദീൻ രണ്ട് ഭാഗമാണ്. അഹദുഹുമ, അതിലൊരു ഭാഗം തെർക്കുൽ മനാഹി, വിലക്കപ്പെട്ടത് ഒഴിവാക്കലാണ്. വല്ലാഹറു, മറ്റേ ഭാഗം ഫേരുൽ ത്വാഅത്തി, സത്കർമ്മങ്ങൾ ചെയ്യലുമാണ്. ഈ രണ്ടിൽ നിന്ന് തെർക്കുൽ മാസി മനാഹി, വിലക്കപ്പെട്ടത് ഒഴിവാക്കുക എന്നത് ഹുവൽ അഷദ്ദു, അതാണ് കഠിനം, അതാണ് ദുഷ്കരം. പിന്നെ ത്വാഅത്തി, കാരണം പറഞ്ഞതനുസരിക്കുക എന്ന് പറഞ്ഞത്, സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞത്, യഖ്ദിറു അലൈഹ കുല്ലു വാഹിദിൻ, അതെല്ലാവർക്കും കഴിയും. എന്നാൽ തെർക്ക ഷഹവാത്തി, തൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഒഴിഞ്ഞു നിൽക്കുക എന്ന് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞത്, ലാ യഖ്ദിറു അലൈഹ ഇല്ല സുദ്ദീഖൂൻ, അത് സുദ്ദീഖ് എന്ന പദവിയിലെത്തിയവർക്ക് അല്ലാതെ കഴിയില്ല. വരിദാലിക ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്, അൽ മുഹാജിറു മൻ ഹജറ സൂഅ, യഥാർത്ഥ ഹിജറ പോയവൻ എന്ത് വെടിഞ്ഞവനാണ്? മോശപ്പെട്ടത് വെടിഞ്ഞവനാണ്. വൽ മുജാഹിദു, യഥാർത്ഥ യോദ്ധാവ്, പോരാളി, മൻ ജാഹദ ഹവാഹു, തൻ്റെ ഇച്ഛക്കെതിരെ യുദ്ധം ചെയ്യുന്നവനാണ്, സ്വന്തം ഇഷ്ടത്തിനെതിരെ സ്വന്തം ശരീരത്തിനെ മെരുക്കി യുദ്ധം ചെയ്യുന്നവനാണ്. വയലം നീ അറിയണം, അന്നക്ക, നിശ്ചയം, നീ ഇന്നമാ തസില്ലാഹ, നിശ്ചയം അള്ളാഹ്ക്ക് നീ ദോഷം ചെയ്യുന്നു, ജവാരിഹിക്ക, നിൻ്റെ അവയവങ്ങളെ കൊണ്ട് മാത്രം. ഇന്നമാഹിയ, ഈ അവയവങ്ങളോ, നിഅമത്തു മിനല്ലാഹി അലൈക, നിന്റെ മേൽ ചെയ്ത അനുഗ്രഹങ്ങളാണതെല്ലാം. അമാനത്തുൻ ലദൈക, നിൻ്റെ അടുത്ത് സൂക്ഷിക്കാൻ വന്ന സൂക്ഷിപ്പ് വസ്തുവുമാണ്. ഫസ്തിആനത്തുക നിഅമത്തില്ലാഹി, അള്ള ചെയ്ത അനുഗ്രഹം കൊണ്ട് ഇനി സഹായം തേടൽ, അല മാസത്തി, അള്ളാഹ്ക്ക് എതിര് ചെയ്യുന്നതിൻ്റെ മേൽ സഹായം തേടൽ, ഓയത്തുൽ കുഫ്രാനി, അങ്ങേ അറ്റത്തെ നന്ദി കേടല്ലേ. അപ്പോൾ ഹിയാനത്ത് കഫി അമാനത്തിൻ, ഒരു വിശ്വസിച്ച് ഏൽപ്പിച്ച സാധനത്തിൽ നീ വഞ്ചന കാണിക്കുക എന്ന് പറഞ്ഞത്, ഔദാക്കഹ അള്ളാഹു ആ അമാനത്തിന് എൻ്റെ അടുക്കൽ സൂക്ഷിക്കാൻ തന്നതാണ്. അങ്ങനെയുള്ള അമാനത്തിൽ നീ വഞ്ചന കാണിക്കുക എന്നുള്ളത് ഓയത്ത് തുകയാനി, അങ്ങേ അറ്റത്തെ ദുർമാർഗത്തിൽ ആകലല്ലേ. ഫഅല്ലാഹുക, നിൻ്റെ അവയവങ്ങൾ, റുആഉക, അത് നിൻ്റെ മേച്ചിൽ വസ്തുക്കളാണ്, നിന്നാൽ മേയുന്ന വസ്തുക്കളാണ്. ഫൻദുർ കൈഫ തർആഹ, അതിനെ നീ എങ്ങനെ മേയാൻ വിടുന്നു എന്ന് നീ ശരിക്ക് ആലോചിക്കണം. അപ്പോൾ കുല്ലുക്കും റായിൻ, നിങ്ങളൊക്കെ ഒരു മേയ്ക്കാരാണ്, ഇടയന്മാരാണ്. കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യത്തിഹി, നിങ്ങളെല്ലാവരും ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്, നിങ്ങൾ മേച്ചിൽ വസ്തുക്കളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. വഅലം, നീ അറിയണം, അന്ന ജമീഅ അള്ളാഹിക, നിൻ്റെ എല്ലാ അവയവവും, തശ്ഹദുലൈക, നിന്റെ മേൽ കേടായിട്ട് നാളെ സാക്ഷി നിൽക്കുമെടാ, ഫി അറസാത്തിൽ ഖിയാമ, ഖിയാമനാളിൻ്റെ മുറ്റത്ത്. ബിലിസാനിൻ തലിക്കിൻ ഐ ഫസീഹിൻ, നല്ല സ്ഫുടമാതായിരിക്കുന്ന തടവില്ലാത്ത ഭാഷയിൽ, നല്ല നാവുകൊണ്ട്. തഫ്ലഹുക ബിഹി, അതുകൊണ്ട് നിന്നെ അത് വഷളാക്കും. അലാ റൂസിൽ ഖലായിക്കി, ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് നിന്നെ അവയവങ്ങൾ ഈ പാപങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് വഷളാക്കും. അല്ലാഹു തആല പറഞ്ഞു, കണ്ടോ, യൗമ തഷ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും, ആ പാപികൾക്ക് കേടായിട്ട് അവരുടെ നാവുകളും കൈകളും കാലുകളും സാക്ഷി നിൽക്കുന്നൊരു ദിവസമുണ്ട്. ബിമാ കാനു യഅമലൂൻ, അവർ കാട്ടിക്കൂട്ടിയ ഒന്നുകൊണ്ട്. വഖാല തആല, അല്ലാഹ് പറയുന്നത് കണ്ടോ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അന്നേ ദിവസം ആ പാപികളുടെ വായകളുടെ മേൽ നാം സീൽ വെക്കുന്നു. വതുകല്ലിമുനാ അയ്ദീഹിം, അവിടെ കരങ്ങൾ നമ്മോട് സംസാരിക്കുന്നു. വതഷ്ഹദു അർജുലുഹും, അവിടെ കാലുകൾ അവർക്കെതിരെ സാക്ഷിയും പറയുന്നു. ബിമാ കാനു യക്സിബൂൻ, ദുന്യാവിൽ നിന്ന് അവർ ചെയ്തു കൂട്ടിയതായിരിക്കുന്ന ഒന്നുകൊണ്ട്. അതുകൊണ്ട് മനുഷ്യ, നീ ശ്രദ്ധിക്കണം. ജമീ അബദനിക, നിൻ്റെ ഈ ശരീരം മുഴുവത്തിനെയും സൂക്ഷിക്കണം. മിനൽ മഹാസി, പാപങ്ങളെ തൊട്ട്. ഖുസൂസൻ അല്ലാഹക സബ്അ, വിശിഷ്ട 7 അവയവങ്ങളെ സൂക്ഷിക്കണം. ഫഇന്ന ജഹന്നമ, നിശ്ചയം നരകം, ലഹാ സബ്അത്തു അബ്വാബ്, അതിന് 7 ഗേറ്റുണ്ട്. ലികുല്ലി ബാബിൻ, എല്ലാ ഗേറ്റിനുമുണ്ട്. മിൻഹും, ആ പാപികൾ മനുഷ്യന്മാരിൽ നിന്നുള്ള ചില ആളുകൾക്ക് എല്ലാ വാതിൽക്കലുമുണ്ട്. ജുസ്ഉം മഖ്സൂം, വിഹിരിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. പല തഅയ്യനതിൽക്കൽ അബ്വാബി, ആ ഗേറ്റുകൾക്ക് നിർണിതനാവുകയില്ല. ഇല്ലാ മൻ നസല്ലാഹ തആല, അള്ളാഹ്ക്ക് തെറ്റ് ചെയ്തവനല്ലാതെ. യഹാദില്ലാഹു സബ്അ,
ഈ 7 അവയവങ്ങളെ കൊണ്ട്. ഏതാണ് 7 അവയവം? വഹിയൽ ഐൻ, ഒന്ന് കണ്ണ്, വല്ലുദിനു 2 ചെവി, വൽ ലിസാനു 3 നാവ്, വൽ ബത്തുനു 4 വയറ്, വൽ ഫർജു മറ്റൊന്ന് 5-ാമത്തെ ഗുഹ്യം, വൽ യദു 6-ാമത്തെ കൈ, വരിജിലു 7-ാമത്തത് കാല്. ഈ 7 അവയവത്തിൽ വിവരിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് മുസന്നീഫ് പറഞ്ഞുതരാൻ പോവാണ്.